നമസ്കാരം. 47 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJPയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറുകൾക്കകം തന്നെ BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയാണ്. 20 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ 47 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. ഇതോടെ BJP മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരെല്ലാവരും തന്നെ ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ, തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യമാണ്. അതായത് ചില മണ്ഡലങ്ങളിൽ കൃത്യമായി തന്നെ ഇന്നവരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. ഈ സസ്പെൻസും അതുപോലെ തന്നെ നേരത്തെയുള്ള സൂചനകളും എല്ലാം ഇപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. നേമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കാനുള്ള സന്നദ്ധത നേരത്തെ അറിയിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, വളരെയധികം സസ്പെൻസ് നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആർ ശ്രീലേഖ തന്നെ മത്സരിക്കും. നെടുമങ്ങാട് യുവരാജ് ഗോകുൽ മത്സരിക്കും. കഴക്കൂട്ടത്ത് നിന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയ വി മുരളീധരൻ തന്നെ കഴക്കൂട്ടത്ത് നിന്നും മത്സരിക്കും. PK കൃഷ്ണദാസ്, അദ്ദേഹവും മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, കാട്ടാക്കട നിന്നും മത്സരിക്കും. 2 യുവ നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണ്. ഒന്ന് നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, 2 പാറശാല അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ. ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ ഇങ്ങനെയാണ്. ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് P സുധീർ മത്സരിക്കും. അതുപോലെ തന്നെ ചാത്തന്നൂരിൽ BB ഗോപകുമാർ മത്സരിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ രശ്മി മത്സരിക്കുന്നുണ്ട്. കുന്നത്തൂരിൽ രാജീവ് പ്രസാദ് മത്സരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവ് മത്സരിക്കുന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ്, അനൂപ് ആന്റണിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് മത്സരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് നിന്ന് മത്സരിക്കുന്നു. വി മുരളീധരൻ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖർ. തീർച്ചയായിട്ടും പ്രമുഖന്മാരുടെ പട്ടിക തീരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആരായിരിക്കും മത്സരിക്കുക എന്നത് സംബന്ധിച്ച ഒരു ഏകദേശ സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ആ ഉറപ്പ് വരികയാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. BJPക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പാലക്കാട് തൃശ്ശൂരിൽ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. ചേലക്കരയിൽ K ബാലകൃഷ്ണൻ, മണലൂരിൽ KK അനീഷ് കുമാർ തൃശ്ശൂരിലെ BJPയുടെ ലോക്സഭാ വിജയത്തിൻ്റെ ശില്പിയാണ്. അദ്ദേഹം മണലൂരിൽ നിന്ന് മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതാവായിരുന്നു. മുൻ കോൺഗ്രസ് നേതാവാണ്. മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകളാണ്. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ്റെ സഹോദരിയാണ് അവർ. പത്മജ വേണുഗോപാൽ BJP ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കും. S രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട്. സന്തോഷ് ചെറക്കളം ഇരഞ്ഞാലക്കുടയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. പാലയിൽ വളരെ വലിയ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നു. പാലയിൽ ഷോൺ ജോർജാണ് BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ പിതാവ് പൂഞ്ഞാറിൽ നിന്നും PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കും എന്ന വാർത്ത വരുന്നുണ്ട്. സന്ദീപ് വചസ്പതി ഹരിപ്പാട് നിന്ന് മത്സരിക്കുന്നുണ്ട്. ചെങ്ങന്നൂരിൽ MV ഗോപകുമാറും മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി പ്രമുഖരാണ്. C കൃഷ്ണകുമാർ മലമ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കുന്നത് മേജർ രവിയാണ്. മേജർ രവി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. സംവിധായകനും അതുപോലെ തന്നെ മുൻ സൈനിക ഉദ്യോഗസ്ഥനും ഒക്കെയായ മേജർ രവി ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കുന്നു. ഷൊർണൂർ മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. BJPയുടെ ബൗദ്ധിക വിഭാഗത്തിൽ ശ്രദ്ധേയമായ മുഖം, ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യം ശങ്കു ടി ദാസ് ഷൊർണൂരിൽ നിന്നും മത്സരിക്കും. കുന്നമംഗലത്ത് നിന്നും VK സജീവനും അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ബേപ്പൂരിൽ നിന്നും മത്സരിക്കും. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. CPMന് വേണ്ടി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു BJPക്ക് വേണ്ടി മാറ്റുരയ്ക്കും. കോഴിക്കോട് നോർത്ത് നിന്നും നവ്യ ഹരിദാസ് വരുന്നു. മാത്രമല്ല ഇനിയും പ്രമുഖർ മത്സര രംഗത്തുണ്ട്. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തു നിന്നും സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. മറ്റൊരു അതീവ വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ നിന്നും അദ്ദേഹം മത്സരിക്കുകയാണ്. അങ്ങനെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ
47 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ, പാറശാല അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം തിരുവനന്തപുരത്ത് പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ഈ പട്ടികയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലിൽ ആരായിരിക്കണം BJP സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നേരത്തെ തന്നെ BJP പുറത്ത് വിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പട്ടികയിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഇല്ല. തീർച്ചയായും മുൻ മന്ത്രി VS ശിവകുമാർ, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ BJPയിലേക്ക് വരുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എന്നുമൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ആ വാർത്തകൾക്ക് സാധൂകരണം നൽകുന്ന രീതിയിൽ, സാധ്യത കൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവിടെ ഏതെങ്കിലും ഘടകകക്ഷികൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. 47 മണ്ഡലങ്ങൾ, ഏതാണ്ട് 30-36 മണ്ഡലങ്ങളിൽ BJP വലിയ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിനുമപ്പുറം 47 മണ്ഡലങ്ങളിൽ BJP ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രചരണം ഔദ്യോഗികമായി BJP മണ്ഡലങ്ങളിൽ ആരംഭിക്കുകയാണ്. നേമം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുന്ന നേമം നിയോജക മണ്ഡലത്തിൽ അംഗം കുറിച്ചിരിക്കുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ റോഡ് ഷോയോടുകൂടി തന്നെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.